ടിക്കറ്റ് ബുക്ക് ചെയ്യാതെ മലപ്പുറത്ത് നിന്ന് തിരുവനന്തപുരം വരെ പോയാലോ? നിലമ്പൂരിന്ന് 9:30 രാജറാണി സ്റ്റാർട്ട് ചെയ്യുക. നമ്മൾ ടിക്കറ്റ് നേരത്തെ ബുക്ക് ചെയ്യാത്തതുകൊണ്ട് ഒരു 6 മണിക്ക് തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങണം. ഈ ട്രെയിൻ സ്റ്റാർട്ട് ചെയ്യണത് നിലമ്പൂരിൽ നിന്നാണ്. അതുകൊണ്ടാണ് എനിക്ക് അടുത്ത സ്റ്റേഷൻ ഉണ്ടായിട്ടും നിലമ്പൂർ വരെ ഈ ആനവണ്ടി കയറിയിട്ട് ഞാൻ പോണത്. ഒരു 6:45 ആകുമ്പോഴേക്കും നമ്മൾ നിലമ്പൂർ സ്റ്റേഷനിലെത്തും. പിന്നെ ടിക്കറ്റ് എടുത്തിട്ട് ഈ സ്റ്റെപ്പ് മൊത്തം കയറണം. കാരണം ട്രെയിൻ തൊട്ടപ്പുറത്തെ പ്ലാറ്റ്ഫോമിലാണ് നിർത്തിയിട്ടുണ്ടാവുക. ഈ കാണുന്നതാണ് നമ്മളെ ട്രെയിൻ. വല്ലതും തിന്നാനോ കുടിക്കാനോ ആണെങ്കിൽ ടിക്കറ്റ് എടുക്കുമ്പോൾ തന്നെ അത് നടത്തുക. കാരണം ഈ പ്ലാറ്റ്ഫോമിൽ അതൊന്നും കിട്ടൂല. ഇത്രയും കാര്യങ്ങൾ ചെയ്തു വരുമ്പോഴേക്കും സമയം 7 മണിയായിട്ടുണ്ടാകും. ഒരു 10 മിനിറ്റ് വിശ്രമിച്ചതിന് ശേഷം ആ ഡോറിന്റെ അവിടെ പോയി നമ്മൾ നിൽക്കണം. 8:30 ഈ ഡോറ് മൊത്തം ഓപ്പൺ ആക്കി തരാം. സോ നമ്മൾ ആദ്യം പോയിട്ട് ക്യൂ നിൽക്കണം. ഞാൻ ഇത്രയും നേരത്തെ ഇറങ്ങണോണ്ട് തന്നെ എപ്പോഴും ക്യൂവിൽ ഫസ്റ്റ് ഞാനാക്കാരം. പിന്നെ ഡോർ ഓപ്പൺ ആക്കണതും ഓടി അങ്ങോട്ട് കയറണം. അങ്ങനെ ഓടി കയറിയാൽ ഇതേമാതിരി ഇഷ്ടമുള്ള സീറ്റിൽ പോയിരിക്കാം. പിന്നെ ഫുഡൊക്കെ കഴിച്ച് റെഡി ആകുമ്പോഴേക്കിന് ഓരോ ആൾക്കാർ വന്നു തുടങ്ങും. അതായത് തിരക്ക് കൂടുന്നത് നമുക്ക് ഇങ്ങനെ ഫീൽ ചെയ്യാൻ പറ്റുന്നു. അങ്ങനെ ചെറിയ തിരക്കോട് സ്റ്റാർട്ട് ചെയ്ത ഈ ട്രെയിൻ അവസാനം ഈ കോലത്തിലായി ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ ഉറങ്ങൂലെന്നും പറഞ്ഞ് കയറിയ ആളാണ് ഈ കൂർക്കം വലിച്ച് ഉറങ്ങണത്. അങ്ങനെ 9:30 പുറപ്പെട്ട ട്രെയിൻ ട്രിവാൻഡ്രത്ത് എത്തുമ്പോഴേക്കിന് 7 മണിയായിട്ടുണ്ടാകും. പൊതുവേ നമ്മൾ ട്രെയിനിൽ പോകുമ്പോൾ ഉറങ്ങാൻ പാടില്ല എന്നൊക്കെ നമ്മളടുത്ത് പറയും. പക്ഷെ പൈസയും ഫോണും ഇട്ട ബാഗ് കെട്ടിപ്പിടിച്ചിട്ട് ഞാൻ സുഖമായിട്ട് ഉറങ്ങലുണ്ട്. പല്ല് തേപ്പൊക്കെ ഞാൻ ട്രെയിനിന്നേ കഴിക്കലുണ്ട്. കാരണം 8:30 നമ്മളെ ക്ലാസ് തുടങ്ങുക. അറ്റൻഡൻസ് ഉണ്ടായതുകൊണ്ട് മാത്രം ഞാൻ ഫസ്റ്റ് പീരീഡേ കോളേജിൽ കയറി. ബാക്കി ഇനി അറ്റൻഡൻസ് പറഞ്ഞിട്ട് ഉറങ്ങാലോ. ഏത്